2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ കീഴടക്കുന്നതായി ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം രാജ്യത്തെ ഒരു ആവേശമായി ചർച്ചയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. കേവലം രാഷ്ട്രീയ ആരോപണങ്ങളല്ല, കണക്കുകളും രേഖകളും തെളിവുകളും സഹിതം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അതിമാരകമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനു മുൻപ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് അട്ടിമറി സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഇത്തവണ തെളിവുകളോടെയാണ് അദ്ദേഹം വേദിയിലേക്ക് എത്തിയത്. അതിൽ പ്രാധാന്യം കൊടുത്തത് മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ കൃത്യമായ കണക്കുകൾക്കും രേഖകൾക്കുമാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്നും വളരെ ശക്തമായ ആരോപണങ്ങളാണ് ഉയർന്നത്. മഹാരാഷ്ട്രയിൽ മാത്രം ഏകദേശം 40 ലക്ഷം വ്യാജ വോട്ടുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ചില വിവരങ്ങൾ: മഹാരാഷ്ട്രയിലെ ഒറ്റമുറിയുള്ള വീട്ടിൽ 80 വോട്ടർമാരുണ്ട് എന്നുള്ളതും, അതുപോലെ വിലാസമില്ലാത്ത വോട്ടർമാർ, വീട്ടു നമ്പറോ അടയാളവും ഇല്ലാത്ത വോട്ടർമാർ, 70 വയസ്സുള്ള കന്നി വോട്ടർമാർ എന്നിങ്ങനെയാണ്. കോൺഗ്രസിന്റെ ആഭ്യന്തര പഠനത്തിൽ നിന്നുള്ള കണക്കുകൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: 11,965 പേരാണ് ഇരട്ട വോട്ടർമാരായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പട്ടികയിൽ കയറിയത്. കൂടാതെ 40,009 പേർ വ്യാജ വിലാസങ്ങൾ ഉപയോഗിച്ച് വോട്ട് ചെയ്തുവെന്നും 10,452 പേർ ഒരേ വിലാസത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്തവരാണെന്നും 4,132 പേരാണ് വ്യാജ ഫോട്ടോകളോ ആവർത്തിച്ച ഫോട്ടോകളോ ഉപയോഗിച്ച് പട്ടികയിൽ ഇടം നേടിയതെന്നും, കൂടാതെ 33,962 പേർ ഫോറം 6 ദുരുപയോഗത്തിലൂടെ പട്ടികയിൽ ചേരുകയും ചെയ്തു. 11,000 വോട്ടർമാർ പല ബൂത്തുകളിൽ നിന്ന് വോട്ട് ചെയ്തത് രേഖകളിലൂടെ രാഹുൽ ഗാന്ധി തെളിയിക്കുന്നു. ഇവയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക വീഴ്ചകളെ മാത്രമല്ല, പൂർണ്ണ പരാജയത്തെ തന്നെയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സത്യം എന്തെന്നാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച രേഖകളും കണക്കുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ശേഖരിച്ചവയാണെന്നതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറ്റാർക്കെങ്കിലുമോ നിഷേധിക്കാനാകാത്ത അത്രയും ശക്തമായ തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിട്ടത്. ഈ അട്ടിമറി കൃത്യമായ ആസൂത്രണ രീതിയിലാണ് നടന്നതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിമർശനം ഒരേ സമയം BJP-യിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കുമാണ് ഉയരുന്നത്. ഇത് സംഘടിതമായ കൃത്യമായ പദ്ധതിയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായമില്ലാതെ ഇത്തരം അട്ടിമറികൾ നടക്കാൻ സാധിക്കുകയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാണ്. 45 ദിവസത്തിന് ശേഷം CCTV ദൃശ്യങ്ങൾ ഒഴിവാക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ തെളിവുകൾ നശിപ്പിച്ചതെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ്. ഇത്തരം ദൃശ്യങ്ങൾ പലപ്പോഴും ഒരാൾ പലതവണ വോട്ട് ചെയ്തെന്ന് തെളിയിക്കുന്ന പ്രധാന തെളിവായി ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരമൊരു നിയമം നിയമപരമായ ഉദ്ദേശത്തോടെയല്ല, തെളിവുകൾ നശിപ്പിക്കാനുള്ള കാരണമായാണ് രാഹുൽ ഗാന്ധി വിലയിരുത്തുന്നത്. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കണക്ക് കന്നി വോട്ടർമാരുടെ എണ്ണം പ്രായപൂർത്തിയായ പുതിയ ജനസംഖ്യയെക്കാളും കൂടുതലാണ് എന്നുള്ളതാണ്. ചില ജില്ലകളിൽ 70 വയസ്സുള്ളവർ പോലും കന്നി വോട്ടർമാർ എന്ന പട്ടികയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇത് കൃത്യമായ അട്ടിമറി ഉദ്ദേശത്തോടെയുള്ള പദ്ധതി തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഒരേപോലെ ശ്രദ്ധേയവും കൃത്യവുമായ ഒന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഫോട്ടോ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് തെളിവുകൾ അവതരിപ്പിച്ചത്. ഇതുകൊണ്ട് അദ്ദേഹം തുറന്നുകാട്ടുന്നത് അത്തരം വലിയ അട്ടിമറികൾ ഒരിടത്തും സംഭവിക്കാൻ അനുവദിക്കില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്കാളിത്തത്തെ സംശയിക്കുന്നു എന്നുള്ളതുമാണ്. കർണാടകയിലെ മഹാദേവപുര എന്ന നിയോജക മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച കണക്കുകൾ അനുസരിച്ച് 1,25,000 വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തി. ഇങ്ങനെ വോട്ട് മോഷ്ടിച്ചുകൊണ്ടാണ് മിക്ക മണ്ഡലങ്ങളിലും BJP അധികാരത്തിലേറിയതെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. കുക്കർ സിംഗ് എന്ന വ്യക്തിയുടെ പേരിൽ ബൂത്ത് നമ്പർ 116, 124, 125 എന്നിവിടങ്ങളിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയതായും പല ബൂത്തുകളിൽ ഒരാൾക്ക് തന്നെ പലതവണ വോട്ട് രേഖപ്പെടുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ആദിത്യ ശ്രീവാസ്തവ എന്ന വ്യക്തിക്ക് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, വിശാഖപട്ടണം, വാരണാസി എന്നിങ്ങനെ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചിത്രങ്ങൾ സഹിതം രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കി. ഇതുവരെ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയാണ്: മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന. ഇവിടെയുള്ള കണക്കുകളിൽ മാത്രം ലക്ഷങ്ങളുടെ അട്ടിമറിയും വ്യാജ വോട്ടുകളുമാണ് തുറന്നു കാണിക്കുന്നത്.
ഇത് മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഭയപ്പെടുത്തുന്നവയാകുമെന്നത് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ഇതെല്ലാം വിലയിരുത്തുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ചോദ്യങ്ങളുടെ മുൾമുനകളാണ് ഉയരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്ക് കൂട്ടുനിന്നോ? കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുമോ? ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമോ? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഈ ആരോപണങ്ങളെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുമോ? അങ്ങനെ ചോദ്യങ്ങൾ ഏറെ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉറച്ച അടിസ്ഥാനങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ ചോദ്യചിഹ്നമായി വന്നിരിക്കുന്നത്. അവകാശങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം നിലനിൽക്കണമെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഗൗരവത്തോടെ അന്വേഷിക്കപ്പെടണം. വോട്ടിന്റെ വിശുദ്ധിയും ജനാധിപത്യത്തിന്റെ വിശ്വസനീയതയും സംരക്ഷിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്.